ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഇവിടെ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹയർ ചോളികൾക്കൊക്കെ നല്ല രീതിയിലുള്ള പേടി എങ്ങനെയാണ് ഈ ഒരു ചാനൽ, ഈ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ആൾക്കാരെ കൊണ്ട് കാണാതിരിപ്പിക്കാൻ പറ്റുക എന്നുള്ള ഗവേഷണത്തിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. റിപ്പോർട്ട് അടിച്ചു, കാണാതിരിക്കുകയാണെന്ന് പറഞ്ഞു, എന്നാലും ആൾക്കാർ കാണുന്നു, കമൻറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. ഇവർ പറയുന്ന കളവുകളൊക്കെ പൊളിഞ്ഞു പോകുന്നു. ആൾക്കാർ അവരെക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചില ആൾക്കാരൊക്കെ പറയുന്നത് അവൻ അത്ര പ്രശ്നമല്ല, അവൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്, അവൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് ഇവരുടെ ഗ്രൂപ്പുകളിൽ തന്നെ പറയുന്നു. മറ്റ് ആൾക്കാരെ പോലെയല്ല എന്നുള്ളതൊക്കെയാണ് സംസാരം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാനെന്തോ മാസത്തിൽ $425 ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഇവരുണ്ടാക്കുന്ന പ്രശ്നം. അപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു 30,000 ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് വെച്ചിട്ട് ഇത്രയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസത്തേക്ക് ലീവ് എടുത്തിട്ട് നമുക്കിത് മാത്രം ചെയ്താൽ പോരെ അല്ലേ? എന്തായാലും ഒരു 2 വർഷത്തേക്കുള്ള ലീവ് അവിടെയുണ്ട്. അപ്പോൾ ഇത് മാത്രം ചെയ്താലോ? പക്ഷെ എന്ത് ചെയ്യും? ഹയർച്ചി തീർന്നു പോയില്ലേ? ഹയർച്ചി തിങ്കളാഴ്ചയോടുകൂടി കലാസല്ലേ. ഇനിയിപ്പോൾ ഇവർ അപ്പീലിന് പോയാൽ മാത്രമേ ഇവർക്ക് നമുക്കെന്തെങ്കിലും പറയാനുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തോടുകൂടി ഇവരുടെ കാര്യങ്ങൾ അവസാനിച്ചതാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞു. ഇന്ന് പൊതുദർശനത്തിന് വെക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതാണ് ഇന്ന് ആരോ എൻ്റെ വ്യൂസ് ഇത്രയാണ്, എൻ്റെ വരുമാനം ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇടുന്നത്. എന്തായാലും കാണുമ്പോൾ എനിക്കത് സന്തോഷമുണ്ട്. നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് പ്രചരിപ്പിച്ചോ. ഞാനിത് ആരോടും കാണണമെന്നോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. നിങ്ങൾ GP ഹാജരായിട്ട് കൂടി GP ഇന്ന് പനി പിടിച്ച് തൂറൽ പിടിച്ചിട്ട്, ഇവരങ്ങനെയാണ് പറഞ്ഞത്, തൂറൽ പിടിച്ചിട്ട് വന്നിട്ടില്ല. അദ്ദേഹം അവിടെ ഉണ്ട്. വലതു ഭാഗത്ത്, സ്ക്രീനിൻ്റെ ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. GP രാവിലെ തന്നെ പനിയായിട്ട് കൂടി ഈ കേസിന് എന്തെങ്കിലും സംഭവിക്കണ്ട എന്ന് കരുതി രാവിലെ തന്നെ വന്നിട്ട് ഉച്ചക്കത്തേക്ക് മാറ്റാൻ പറ്റില്ല, ഞാൻ സുഖമില്ല, എനിക്ക് ഉച്ചത്തേക്ക് നിൽക്കാൻ സാധിക്കില്ല, ഞാൻ ഈ കേസിൽ മാത്രമാണ് ഹാജരാകാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു പറഞ്ഞ ആളെ മാറ്റിയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് സംഭവം. അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഹയർച്ചിൻ്റെ വക്കീലാണ് രാവിലെ ഹാജരാവാതിരുന്നത്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഹാജരാകാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് GPക്ക് സുഖമില്ല, അതുകൊണ്ട് ഉച്ചക്കത്തേക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല എന്ന് ജഡ്ജ് പറഞ്ഞത്. പക്ഷെങ്കിൽ അത് ഇവർ പ്രചരിപ്പിച്ചത് വേറൊരു തരത്തിലായിരുന്നു. ഇവർക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ അത് അന്ന് ഗവൺമെൻറ്റിൻ്റെ വക്കീൽ ഹാജരായില്ല എന്ന് പറ്റി. രണ്ടാമതായി നമ്മുടെ ഇംബ്ലീഡ് വന്നപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് നിക്ഷേപകനോ, അങ്ങനെ ഒരു നിക്ഷേപകൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ആകെ വത്സൻ്റെ ഒരു FIR മാത്രമേ ഉള്ളൂ, പിന്നെ നിക്ഷേപകരാരും പരാതി കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നിക്ഷേപകൻ ഇംപ്ലീഡ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ കോടതിയിൽ കയറാതെ വരാന്തയിൽ ചെലവഴിച്ച കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. നിക്ഷേപകൻ്റെ ഇംപ്ലീഡ്മെൻ്റ് എടുത്ത് പള്ളയിൽ കളഞ്ഞു. അങ്ങനെ പള്ളയിൽ കളഞ്ഞിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തെ കേൾക്കും, അദ്ദേഹത്തെ കേട്ടു എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് കാണാൻ പാടില്ല എന്നൊരു രീതിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ $425 നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്.
അതുകൊണ്ട് നിങ്ങൾ കാണാൻ പാടില്ല എന്ന് ഇത്തരത്തിൽ നമ്മളൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങൾ കൊണ്ട് ഇവന് $425 ഉണ്ടാകുന്നു എന്നുള്ള ആ ഒരു കുത്തിത്തിരിപ്പിലേക്ക്, സൈക്കോളജിക്കൽ മൂവിലേക്ക് നിങ്ങൾ നീങ്ങിയതിൻ്റെ പിന്നിൽ ഇത് തന്നെയാണ്, എനിക്കറിയാം. പക്ഷേങ്കിൽ എന്തായാലും കാണേണ്ടവർ കാണുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നടന്നതും ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവർ പറഞ്ഞു പോയിന്ന് നിക്ഷേപകർക്ക് ഞങ്ങൾ പണം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതും ആ ഒരു വാക്ക് തന്നെ ഈ കേസ് സ്വയം തോൽപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായി ജഡ്ജി നോട്ട് ചെയ്യുകയും ചെയ്തു. നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കേസൊക്കെ നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ HROTTയുടെ കാര്യം ഇതുവരെ മറച്ചു വെച്ച HROTT മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് ഇന്ന് കോടതിയുടെ മുമ്പാകെ വന്നു. ഇവരുടെ വിദേശ കമ്പനിയുമായുള്ള ബന്ധം, സ്വന്തം പേരിൽ വിദേശത്തെ ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ ചെയ്യുകയും വിദേശ കമ്പനിയുമായി ടൈപ്പാണ് എന്ന് സ്വന്തം കമ്പനി രജിസ്റ്റർ ചെയ്ത് ഒരു ഫേക്ക് അക്കൗണ്ടിൽ ഫേക്ക് അഡ്രസ്സിൽ രജിസ്റ്റർ ചെയ്ത് അതെന്തോ വലിയ സംഭവമാണെന്നും വിദേശ കമ്പനിയുമായി ടൈപ്പ് ഉണ്ടാക്കാൻ മാത്രം നമ്മുടെ കമ്പനി വലുതായി എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആൾക്കാരെ പറ്റിച്ചിരുന്നു നിങ്ങൾ എന്ന് ഇന്ന് കോടതി മുമ്പാകെ തെളിവ് സഹിതം ഇവരുടെ എല്ലാ രേഖകളും UK കമ്പനി ഹൗസിലെ എല്ലാ രേഖകളും ഇന്ന് കോടതിയുടെ മുമ്പാകെ വന്നൊരു ദിവസമാണ്. ഇനി ഒറ്റൊരു കാര്യം മാത്രമേ ഇനി കോടതി മുമ്പാകെ വരാൻ ബാക്കിയുള്ളൂ. അത് ഇവരുടെ കോടിപതികൾക്ക് പണം വിതരണം ചെയ്ത ഡീറ്റെയിൽസാണ്. അതും കൂടി തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ ആ നിമിഷം തന്നെ വിധി ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പോലീസിൻ്റെ കയ്യിലുണ്ട്, ഭദ്രമായ രേഖയുണ്ട്. ഏതൊക്കെ ആള് എത്രയൊക്കെ കോടികൾ ഉണ്ടാക്കി എന്നുള്ള രേഖകൾ പോലീസിൻ്റെ കൈവശമുണ്ട് എന്നുള്ളതാണ്. അതെടുത്തിട്ടാണ് ഓരോരാളെയും നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നത്. ആ ഒരു രേഖ വച്ചിട്ടാണ്. അങ്ങനെയാണ് 12 കോടിയൊക്കെ നിക്ഷേപിച്ചവർ കഴിഞ്ഞ ആഴ്ച ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വന്ന് മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെ നിരവധി ആൾക്കാരെ പോലീസ് വിളിപ്പിക്കുന്നുണ്ട്. എല്ലാ നിക്ഷേപകരെയും ഒരു പക്ഷേ വിളിപ്പിക്കുക എന്നുള്ളതാണ്. 5 ലക്ഷം ഇട്ട എല്ലാവരെയും വിളിക്കുകയും അതുപോലെ തന്നെ അപ്പോൾ 8000-ഓളം ആൾക്കാരെ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവർ എന്തായാലും ഈ ഒരു പോലീസിൻ്റെ റിപ്പോർട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 11,500 പേജാണെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ട് 6 മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന റിപ്പോർട്ട് 20,000 പേജിലധികമുള്ള ഒരു റിപ്പോർട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇന്നടക്കം FIR രജിസ്റ്റർ ചെയ്തത്, കഴിഞ്ഞ ആഴ്ച അടക്കം FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ കമ്പനി തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. ഗതിയില്ലാതെ ഇവരുടെ ഗ്രൂപ്പുകളിൽ മിണ്ടാതെ എന്താണ് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്, ഇവരെന്ത് കളവാണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രം ചെലവഴിയുന്ന ഒരുപാട് ആൾക്കാരെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ എങ്ങനെയാണ് പരാതി നൽകേണ്ടതെന്നും ആർക്കാണ് പരാതി നൽകേണ്ടതെന്നും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലക്ഷങ്ങൾ നിക്ഷേപിച്ച ആരും തന്നെ ഇത് വെറുതെ കളയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അവർ പരാതിയിട്ടില്ലെങ്കിലും ലീഡർ അത് 10 കൊല്ലമോ 20 കൊല്ലമോ കഴിഞ്ഞാലും അവർ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ റസിയ മാഡം അടക്കം ഇവരുടെ തട്ടിപ്പുകൾ മനസ്സിലായ ഒരു ദിവസമാണ്. ഇവരെ കുരങ്ങനെ ചുടുചോറ്
വാരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടിയാണ് ഇവരുടെ ലീഡർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും തെറി വിളിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും അവർ ഒരു മിസ്ഡ് കോൾ പോലും ചെയ്യാതെ സേഫ് സോണിൽ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. മനസ്സിലാക്കുക. ബൈ.